എന്തായിരുന്നു ജീവിതം? ഒരു കൂട്ടം ആഗ്രഹങ്ങളോ അതോ വികാരങ്ങളോ? ഒരടി കൂടി നടന്നാൽ തനിക്ക് ആ പച്ചില കിട്ടുമെന്ന് വിചാരിക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെ ആഗ്രഹങ്ങൾ എന്നെ ജീവിതത്തിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നില്ല. ആർക്കായിരുന്നു തെറ്റുപറ്റിയത്? എനിക്കായിരുന്നു അതോ സ്നേഹവാത്സല്യങ്ങൾ തന്ന ഈ പുഴയ്ക്കോ? എന്നെ ഊഞ്ഞാലാടിച്ച ഈ മരങ്ങൾക്കോ? നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടാനായിരുന്നു എന്നെ നിങ്ങൾ ഈ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു. സ്നേഹത്തിന്റെ കണക്കുകൾ വിവരിക്കുന്നവർ സ്വത്തിന്റെ കാര്യത്തിൽ അകലുന്നു. കൂട്ടുകാരും സ്നേഹിതയും കടപ്പാടിന്റെ കണക്കുകൾ പറഞ്ഞകലുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? തെറ്റും ശരിയും ആപേക്ഷികമല്ലേ? ആഗ്രഹങ്ങൾ നെയ്യാൻ പ്രേരിപ്പിച്ച ഈ മണ്ണിൽ തന്നെ ആകട്ടെ എന്റെ ഈ അവസാന നിമിഷവും. ചേട്ടാ, ഒരു മൊബൈലിന് വേണ്ടിയാണ് എൻ്റെ ജീവിതം കളഞ്ഞത്. അപ്പോൾ തോന്നിയൊരു വികാരത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയി. എൻ്റെ അച്ഛനും അമ്മേനെ കുറിച്ച് ഞാൻ ഓർത്തില്ല. പക്ഷേ എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും എനിക്കിപ്പോഴും കാണാം. ചേട്ടാ, എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് മേടിച്ചതെന്നാണ് ആ ബൈക്ക്. നിസ്സാര കാര്യത്തിന് അവരുമായിട്ട് പിണങ്ങി വീട് വിട്ടിറങ്ങിയാണ്. പാതി വഴി എന്നപ്പോൾ എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി. പക്ഷേ അങ്ങോട്ട് തിരിച്ചെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നെ കാത്തിരിക്കുന്ന എൻ്റെ അമ്മയോട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുന്നത് എനിക്കുണ്ട്. പക്ഷേ ജീവിതം മടുത്തു. വിജയിക്കണമെന്ന് കരുതി ചെയ്ത പല കാര്യങ്ങളും പരാജയത്തിൽ അവസാനിച്ചു. ഞാൻ മടുത്തു, ശരിക്കും മടുത്തു. ഞാൻ പോവുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞാൻ ആരെങ്കിലുമായി സംസാരിക്കുകയായിരുന്നു അതോ എന്റെ ഉള്ളിലെ വികാരങ്ങളും വിചാരങ്ങളും തമ്മിലുള്ള യുദ്ധമായിരുന്നു?